കടം ചോദിച്ചിട്ട് എല്ലാവരെയും വിളിക്കുമ്പോൾ ലാസ്റ്റ് നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് കോൾ എടുക്കാണ്ടിരിക്കുമ്പോഴും ലാസ്റ്റ് കോൾ എടുക്കുന്നതും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് തരാം എന്ന് പറയുന്ന ലിസ്റ്റുകളിൽ ഒരാളായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത്. അങ്ങനെയാണ് നിമ്മി ഇതിലേക്ക് വരുന്നത്. അന്നാ കോൾ എടുത്തത് നന്നായി അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു ഏകദേശം 9ഓളം സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 10,000-ഓളം ഔട്ട്ലെറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ടീം ഇപ്പോൾ ഏകദേശം ഒരു 50-ന് മുകളിൽ ടീമുണ്ട്. കൊച്ചിയിലും കോയമ്പത്തൂരിലും മുംബൈയായിട്ട് 3 ഓഫീസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും ഓൺലൈൻ ബാങ്കിങ് ആണ് ചെയ്യുന്നത്. എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഡു വി ആക്ച്വലി നീഡ് ഒരു ബാങ്ക് ഹബ് പോലത്തെ സാധനം എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ത് പറയും? തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയി നടത്തുന്ന ഏറ്റവും ചെറിയ ട്രാൻസാക്ഷൻ മുതൽ പല പല ബാങ്കുകളിലായിട്ട് ഓടി നടത്തുന്ന നമ്മൾ ചെയ്യുന്ന ലോൺ ആപ്ലിക്കേഷൻ വരെ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു പലചരക്കടയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സംഭവം നൈസ് അല്ലേ? ആ നൈസ് തോട്ട് ഒരു ബ്രാൻഡാക്കി മാറ്റിയ ബ്രാൻഡാണ് ഇന്ന് ഈ സ്റ്റാർട്ടപ്പ് ഡേയിൽ ജനുവരി 16-ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്ന ബ്രാൻഡ്. ആൻഡ് ദ ബ്രാൻഡ് നെയിം ഇസ് ബാങ്ക് ഹബ്. അതിൻ്റെ ഫൗണ്ടേഴ്സാണ് ഇന്ന് എന്നോടൊപ്പം അഭിലാഷ് ആൻഡ് നിമ്മി. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. താങ്ക് യു. താങ്ക് യു. അങ്ങോട്ട് പോന്നോട്ടെ. ഇപ്പം ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ബാങ്കുകളിലേക്ക് പോവാണ്ട് ബാങ്കുകൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് വരിക നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അതൊരു ഇടുക്കിക്കാരൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്ന ബ്രാൻഡാണോ? തീർച്ചയായും. കാര്യം ഇടുക്കിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ജനിച്ചു വളർന്ന അവിടെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വൺ ഓഫ് ദി കേരളയിലെ ടോട്ടൽ ഡിസ്ട്രിക്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റൂറൽ സെഗ്മെന്റ്സ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ബാങ്കുകളുടെ പരിമിതികളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലാണ് എനിക്കൊരു ബാങ്കിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിനാരി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ബാങ്കിങ് സെഗ്മെന്റായിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതലും റൂറൽ സെഗ്മെന്റുകളിലേക്ക് എങ്ങനെ ബാങ്കിങ് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു 7-8 വർഷം ഞാൻ വർക്ക് ചെയ്തതിനകത്ത് സെഗ്മെന്റിൽ. സോ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് എനിക്കാണെങ്കിലും എൻ്റെ അച്ഛനമ്മയ്ക്കാണെങ്കിലും എൻ്റെ നെയ്ബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വിളിച്ച് അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചലഞ്ച് ഉള്ളതുകൊണ്ട് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നുമാണ് എന്തുകൊണ്ട് നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണ്ട, തൊട്ട് പലചരക്കടയിലും കിട്ടും. അതുപോലെ തന്നെ ബാങ്കിങ് എന്തുകൊണ്ട് ആയിക്കൂടാ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും നമ്മുടെ ടീമും കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ആ കൺസെപ്റ്റ് ഒരു യൂണിഫൈഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു പോസ്റ്റൽ ഏരിയ വൈസ് നമ്മൾ തിരിച്ചിട്ട് ആ ഒരു പോസ്റ്റൽ ഏരിയയുടെ അണ്ടറിൽ ഒരു ബാങ്കിൻ്റെ സർവീസ് പോയിന്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ആ ബാങ്കിൻ്റെ ആ സർവീസ് പോയിന്റ് വഴി അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിൻ്റെ സർവീസസുകളും അവിടെ എത്തിക്കാം. അതും 24/7. ബാങ്കിൻ്റെ ഒരു പരിമിതികൾ, ടൈമിൻ്റെ ഫ്രെയിം ഇല്ലാതെ, സാറ്റർഡേ സൺഡേസ് അങ്ങനെ ഇല്ലാതെ. കാര്യം കൂടുതൽ റൂറൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ജോലി ചെയ്തൊക്കെ വരുന്നവരെല്ലാം 5 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ. ഈ ബാങ്കിങ് ടൈമിനുള്ളിൽ നമ്മുടെ പരിപാടികൾ നടത്താന്ന് റിസ്ക് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടി ലീവ് എടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലൊരു ചായക്കടയിൽ പോകുന്ന ഒരു ലാഘവത്തോടെ പോയി കഴിഞ്ഞിട്ടും അവിടെ വേണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ സർവീസസ് അല്ലെങ്കിൽ ലോൺസോ മറ്റ് സർവീസുകളോ ചെയ്യാനോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഈ പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഹബ് ഫോർ ഓൾ ബാങ്ക്സ്. അതാണ് ആ പേര് വരാനുള്ളതിൻ്റെ ഒരു റീസൺ. അത് തന്നെയാണ്. നമ്മുടെ കോ ഫൗണ്ടർ വരാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണ് ബാങ്ക് ഹബിലോട്ട് കടന്നു വന്നത്. അതിനുശേഷം പതുക്കെ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൊമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് എൻ്റെ കൈകളിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത് പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മളൊരു മെട്രോ ടൗൺസിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽസ് തന്നെയാണ്. ബിസിനസിന്റെ കാര്യത്തിലല്ലാണ്ട് തീർച്ചയായും. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ ആണെങ്കിലും കൂടുതലും കൂലിപ്പണി ചെയ്ത് വളർത്തുന്ന ഒരു അച്ഛനമ്മയുടെ മോനായിട്ട് വളരുമ്പോൾ അതെല്ലാം ഒരു ബ്രേക്ക് ചെയ്തിട്ട് കയറി വരാന്ന് പറഞ്ഞ ചലഞ്ചാണ്. ഇത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതെ. തുടങ്ങാൻ ബാങ്കിങ് സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുണ്ട്. ഇറ്റ്സ് റിക്വസ്റ്റ് ഒരു ലോഡ് ഓഫ് IT മറ്റു റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. സോ അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാതെ തുടങ്ങാന്നുള്ള ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത സമയത്താണ് നിമ്മി ഓൺ ബോർഡ് വരുന്നത്. കാര്യം നമ്മള് മാലാഖയായിട്ട്. കടം ചോദിച്ചിട്ട് എല്ലാവരെയും വിളിക്കുമ്പോൾ ലാസ്റ്റ് നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് കോൾ എടുക്കാണ്ടിരിക്കുമ്പോഴും ലാസ്റ്റ് കോൾ എടുക്കുന്നതും ആ ഒരു നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് തരാം എന്ന് പറയുന്ന ലിസ്റ്റുകളിൽ ഒരാളായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത്. അങ്ങനെയാണ് നിമ്മി ഇതിലേക്ക് വരുന്നത്. അന്ന് ആ കോൾ എടുത്തത് നന്നായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ കോൾ എടുക്കുന്ന സമയത്ത് വാട്ട് വേ യു, എന്ത് ചെയ്യായിരുന്നു? ഞാൻ ആക്ച്വലി ഒരു PSC പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ടൈമായിരുന്നു. സർക്കാർ ജോലി പ്ലാൻ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും. അറിയാം, നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സർവീസിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരാളുടെ ലൈഫിൽ ഏറ്റവും സക്സസ് ആവുക. സെക്യൂരിറ്റി. അതെ അതെ. അപ്പം ഞാൻ നോർമലി കുറച്ച് നാൾ പ്രൈവറ്റ് ഫേമിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ട, പ്രൈവറ്റ് ജോബും കാര്യങ്ങളൊന്നും വേണ്ട, അപ്പോൾ ഇനി ഗവൺമെൻറ് സർവീസ് ആ ഒരു ലക്ഷ്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ആളുടെ കോള് വരുന്നതും പിന്നെ ഞങ്ങൾ ഇതേപ്പറ്റി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ എനിക്കും ആളുടെ ഈ പറഞ്ഞ, എനിക്ക് കോളേജ് മുതൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആളുടെ ഈ ഒരു സ്കില്ലിലും എനിക്കറിയാം നല്ല പൊട്ടൻഷ്യൽ അറിയാം. അപ്പം ഞാനും വിചാരിച്ചു ശരി, നല്ല ഒരു പ്രോജക്റ്റാണിത്, അപ്പോൾ ഇതിലോട്ട് എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ യെസ് പറഞ്ഞു. അപ്പോൾ കോൺഫിഡൻസിൽ ഇൻവെസ്റ്റർ വന്നു, പിന്നെ കിടക്കുകയാണല്ലോ കടമ്പുകൾ. നമ്മൾ ഈ പറയുന്ന, അതായത് ബാങ്ക് ഹബിന്റെ ഇൻവെസ്റ്റർ വരുന്നത് ഏത് കാലത്താണ്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയായിരുന്നു. കാര്യം ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരു ഏത് വർഷത്തിലാണ് ഇതിന്റെ തുടക്കം? 2 വർഷം മുമ്പായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു 6 മാസത്തോളം ഞാൻ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ 6 മാസത്തോളം ഒരു R&D ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വേറൊരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, കിരൺ എന്ന് പറഞ്ഞ പേര്. ഞങ്ങൾ രണ്ടും കൂടെയാണ് ആദ്യം ഇത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇത് കൊണ്ടുവരാമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതായാലും വീടിൻ്റെ അടുത്തുള്ള അക്കൗണ്ട് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പോഴാണെങ്കിൽ പോലും മറ്റ് ബാങ്കുകളെ കുറിച്ച് അറിയാമെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫറൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ഓപ്ഷൻ ഉള്ളത് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കും. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം ഒരു ബാങ്കിൽ പോയി അപ്രോച്ച് ചെയ്യുന്നു, ലോൺ അപ്ലൈ ചെയ്യുന്നു, അവിടെ നിന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ബാങ്ക്. സോ അപ്പോൾ ഒരു സിംഗിൾ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിലവിൽ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്താണ് യൂണിഫൈഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളത്. അതായത് ഒരു ആപ്ലിക്കേഷൻ മുഖേന അല്ലെങ്കിൽ ഒരു സെൻറ്റർ മുഖേന ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 20 ബാങ്കിൻ്റെ ഓഫേഴ്സ് വരിക. സോ അപ്പോൾ ഏത് ബാങ്കിലാണ് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്, ഏത് ബാങ്കിലാണ് കൂടുതൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, നമുക്ക് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നാൽ തന്നെ ഒരു 10 ബാങ്കുകളുടെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏതാണ് നമുക്ക് ആവശ്യം നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. സോ അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്തു, കൺസെപ്റ്റായിട്ട് ഡിസൈഡ് ചെയ്തു. പിന്നെ നെയിമിങ് നടത്തി ഒരു ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ നമ്മളൊരു ചെറിയൊരു കോവർക്കിംഗ് സ്പേസ്, ഒരു സിംഗിൾ സ്പേസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സെയിൽസും മാർക്കറ്റിംഗ് ഇതെല്ലാം ഞാനും അവനും തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 2 ആൾക്കാരുള്ള പട്ടാളം. അതെ, അത് തന്നെയായിരുന്നു കാര്യം. ഫീൽഡിൽ പോകുന്നു, ഞങ്ങൾ തന്നെ ഫീൽഡിൽ പോകുന്നു, ആളുകളെ കണ്ട് സംസാരിക്കുന്നു, അവരോട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് സംസാരിക്കുന്നു. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതായത് ഓരോ ഏരിയകളിൽ നോക്കിയിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് ഓരോ റൂറൽ ഏരിയകളായതുകൊണ്ട് ഒത്തിരി കോസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ചു. പക്ഷെ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കോസ്റ്റ് കേട്ടിട്ട് അന്നത്തെ വണ്ടിക്കൂലിക്ക് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും lakhs of rupees പറയുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആവില്ല എന്ന് തോന്നിയെടുത്ത് ഞങ്ങൾ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് വേറൊരു മോഡൽ വർക്കൗട്ട് ചെയ്തില്ല. കാര്യം അവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ആ നാട്ടുകാരെ അറിയാം, ആ നാട്ടുകാർക്ക് ഇവരെ അറിയാം, പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു ബാങ്കിങ് സർവീസസ് ആണ് നമ്മൾ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ ഒരു ട്രസ്റ്റ് പാർട്ടും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് മാർക്കറ്റിംഗ് അത്ര പേര് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തി ചെയ്യാനുള്ള ക്യാഷും ആ സമയത്തില്ല. നമ്മൾ തന്നെ പറഞ്ഞാൽ ആ ഏരിയയിൽ തന്നെ ഒരാളെ കണ്ടുപിടിക്കുക, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഷോപ്പുള്ള. അപ്പോൾ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അയാൾക്ക് ഈ സർവീസസും അയാളെ പഠിപ്പിച്ചും കൊടുത്തിട്ട് അയാൾ ത്രൂ നമ്മൾ ഈ ബാങ്കിങ് സർവീസസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. വേറൊന്നുമില്ല, കാശില്ലാതെ വരുമ്പോൾ നമ്മൾ അതിനുള്ള ആലോചിക്കും. അപ്പോൾ ആ ഒരു മോഡൽ നന്നായിട്ട് വർക്കൗട്ടായി. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ ഇതിന് ചെറിയ ചെറിയ ഫീസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രാഞ്ചൈസി കോസ്റ്റ് എന്നുള്ളത്. അത് വെച്ചിട്ട് ആ എമൗണ്ട് തന്നെ വെച്ചിട്ട് അടുത്ത ആളെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഒരു സെർട്ടൺ ലെവല് ടൈം പീരീഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് ഡെയിലി അവർ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസ് നടക്കുന്നു, ചെറിയൊരു എമൗണ്ട് വരെ കിട്ടി തുടങ്ങി. ബട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയപ്പോൾ ഒരു ഫണ്ടിങ് ഇല്ലാത്തതിൻ്റെ ഒരു സ്ട്രഗിൾ വന്നു. കാര്യം അതിനൊപ്പം തന്നെ
ജോലി പെട്ടെന്നൊരു ദിവസം റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. സോ EMI തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. വീട്ടിൽ ഒരു സാധാരണക്കാരനാണല്ലോ, എനിക്ക് ഊഹിക്കാം. അമ്മ വിളിക്കും, ദേ വന്നിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ പറഞ്ഞു. ഈ ഒരു സിനാരി വന്നപ്പം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നോർമലി ഒരു മിഡിൽ ക്ലാസ്സിൽ ഉള്ള ആൾക്കാർക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് 0-ൽ നിന്ന് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഹൈലി ക്യാഷ് ഉള്ളവർക്കാണെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് 1-2 നിന്ന് തുടങ്ങിയാൽ മതി. നമ്മളെ സംബന്ധിച്ച് മൈനസ് ആയിരുന്നു. ആദ്യം മൈനസിൽ നിന്ന് സീറോ എത്തുന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. സീറോന്ന് ഒന്നിലെത്താൻ പറ്റുള്ളൂ. അതുള്ളൂ, അതായിരുന്നു ഏറ്റവും ചലഞ്ച്. അങ്ങനെയാണ് ഞാനൊരു ഫണ്ടിങ് കുറച്ചെങ്കിലും കയ്യിലേക്ക് EMI അടയ്ക്കാനുള്ള ഫണ്ടാണ് ഞാൻ ആദ്യം നോക്കിയത്. കാര്യം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനല്ല, കാര്യം എനിക്ക് ഒരു ഫോക്കസ് വേറെ ഏർണിങ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇഷ്യൂസ്, ഡെയിലി കാര്യങ്ങൾ ഓടണം, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും അതിലേക്കായിരുന്നു. അപ്പോൾ ഒരു 2-3 മാസത്തേക്കെങ്കിലും EMI അടയ്ക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ തുടങ്ങിയതാണ്. പക്ഷെ അത് ഒരുവിധം നല്ല രീതിയിൽ തന്നെ തുടക്കം വെച്ചു. പക്ഷേ ഓഫ് കോഴ്സ് എല്ലാ കമ്പനിയിലുള്ള പോലെ കുറേ ഇഷ്യൂസുകൾ നമുക്ക് ഇടയിൽ ഉണ്ടായി. കാര്യം നമുക്ക് പ്രാക്ടിക്കലി ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കുറേ ചലഞ്ചസ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു. കാര്യം പാളിച്ചകൾ എപ്പോഴും സംഭവിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാമെന്നൊരു പ്ലാൻ വന്നു. തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ പിന്നെ ചേക്കേറിയത്. തമിഴ്നാട്ടിൽ തുടങ്ങുന്നത്. അതെ അതെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ ചെന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവിടുത്തെ ഒരു മാഡം എന്നെ കണ്ടിട്ട് മോനെ പോലെ കരുതി എന്ന് വേണേൽ പറയാം. കാര്യം ആള് അവരുടെ ഓഫീസിൽ തന്നെ ഫ്രീ ആയിട്ട് സ്പേസ് തന്നു, നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു, ബാങ്കുകളായിട്ടുള്ള അലയൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് തന്നു. സോ അവിടെ ഒരു 3-4 മാസം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒരു ചെലവും ഇല്ലാതെ തന്നെ. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയി. ആ സമയത്ത് സോ അങ്ങനെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ബാങ്ക് ഹബിന്, അതായത് 2026 Jan 16 വെച്ച് നോക്കുമ്പോൾ ബാങ്ക് ഹബിന്റെ സിറ്റുവേഷൻ എന്താ, സ്റ്റേറ്റസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഏകദേശം 9ഓളം സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 10,000-ഓളം ഔട്ട്ലെറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ടീം ഇപ്പോൾ ഏകദേശം ഒരു 50-ന് മുകളിൽ ടീമുണ്ട്. കൊച്ചിയിലും കോയമ്പത്തൂരിലും മുംബൈയായിട്ട് 3 ഓഫീസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. I can see the pride in your eyes. അപ്പോൾ ഇപ്പോൾ ബാങ്ക് ഹബില് ആർക്കൊക്കെ സർവീസസ് അവൈൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളായിരുന്നു ഹൈലൈറ്റ് ചെയ്തത്. ഒന്നെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിനുള്ള പോരായ്മകളും ഈ ഡിജിറ്റൽ ബാങ്കിങ് ഇവല്യൂഷനകത്തുള്ള പോരായ്മകളും കണ്ടെത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ കാര്യം മെയിനും ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് പലർക്കും ഇല്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ബാങ്കിങ് ആരും ഓപ്റ്റ് ചെയ്തില്ല, എല്ലാം ബാങ്ക് ജോലികളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ആ ഒരു മേഖലയിലും ബിസിനസ് ഉണ്ടെന്ന് നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്യിപ്പിക്കുക, അതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. സോ ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമുള്ള ആർക്കും ഇതിനകത്തോട് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഓരോ പോസ്റ്റൽ ഓഫീസിൻ്റെ അണ്ടറിലും ഒരു ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്, സർവീസ് പോയിന്റുകളായിട്ട്. ഇതിലേക്ക് ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും 65 വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ 18 വയസ്സ് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ചില വ്യക്തികൾ ഷോപ്പ് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനോട് തന്നെ ചേർന്ന് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ ആശ വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ട്രാവൽ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഒരു ഷോപ്പ് വേണമെന്നില്ല, നിർബന്ധമില്ല. കാരണം ആ ഒരു വാർഡിലോ അല്ലെങ്കിൽ 2-3 വാർഡുകളിലോ മാത്രമായിട്ട് വേണമെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഈ ഏജ് കാറ്റഗറി പ്ലസ് ഈ ക്വാളിഫിക്കേഷൻ. അതെ, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് ബാങ്കിങ് ആയതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ഉണ്ട്, RBI ഉണ്ട്. അത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു എക്സാം എഴുതി പാസ്സാവണം. അത് IABF എന്ന് പറഞ്ഞൊരു എക്സാമാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ക്ലിയർ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി നോർമലി ഒരു ആധാറും പാൻ കാർഡും ഒരു അക്കൗണ്ട് നമ്പറും ഉള്ള വ്യക്തിക്ക് 10ാം ക്ലാസ് പോയാൽ ആർക്കും തന്നെ ഇതിലോട്ട് കടന്നു വരാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ, അതായത് ഓഫ് കോഴ്സ് ഇതൊരു ബിസിനസ് ആണല്ലോ, അപ്പോൾ ഇതിൽ നമുക്കുള്ള ലാഭം എന്താ? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത് ഏൺ ചെയ്യാന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? കാര്യം ഇതിലിപ്പോൾ നമ്മുടെ ഏരിയയിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടേക്കുന്നുണ്ട്. അക്ഷയ സെന്റേഴ്സിന്റെ ഒരു ഇവല്യൂഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റും കസ്റ്റമേഴ്സിനുള്ള ഇന്റർമീഡിയറ്റ് ആണ്, ഒരു ബ്രിഡ്ജ് പോലെയാണ്. ഇതുപോലെ തന്നെ ബാങ്കുകൾക്കും കസ്റ്റമേഴ്സിനും ഇടയിൽ ഒരു ബ്രിഡ്ജാണ് ബാങ്ക് ഹബ് എന്ന് വെച്ചിരിക്കുന്നത്. സോ അക്ഷയ സെന്റേഴ്സ് ഇപ്പോൾ ഏൺ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ള നാട്ടുകാർക്ക് തന്നെ അറിയാം. കാര്യം ഗവൺമെന്റ് ഓഫീസിനേക്കാളും ക്യൂ ആണ്, അത്രയും ഡിഫിക്കൽട്ടാണ് അവിടെ.
സോ സെയിം വേ തന്നെ ഇവർക്കും അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ സർവീസസിനും ഇവർക്ക് നമ്മൾ ബാങ്ക് ഹബ് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർക്കൊരു കമ്മീഷൻ ബേസ്ഡ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മന്ത്ലി ഒരു ഫിക്സഡ് അലവൻസ് ആയിട്ട് സാലറി പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻസെൻറ്റീവ്സും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ഒരു 6 മുതൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മിനിമം ഒരു 1 lakh rupees അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും വിത്ത് 0 ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി. മനസ്സിലായി. അതായത് അഭിലാഷനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് പ്രകാരത്തിൽ പ്രത്യേകിച്ച് അതിനി അടുത്തൊരു ബിസിനസ്സുകാരന് ഉണ്ടാവരുത്. ഇല്ല, അതെ തീർച്ചയായിട്ടും. പിന്നെ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. കൊറോണ പോലെയുള്ള സമയത്ത് പോലും നമ്മൾ ആക്റ്റീവാണ്. സോ അത് ആ സമയത്തും ഇതുപോലത്തെ സെന്ററുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പെർമിഷൻ സെക്യൂരിറ്റി ഉണ്ട്. സോ ഇതുപോലത്തെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് നിലവിലുള്ള ബിസിനസ്സും കണ്ടിന്യൂ ചെയ്യാം, ഇതും ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ഒരു സ്റ്റഡി ഇൻകം എന്നുള്ളത് നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ ബാങ്ക് ഹബിന്റെ ബിസിനസ് ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതിന്റെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് വരുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ മിക്കവാറും ബാങ്കുകളിലേക്ക് നേരിട്ട് ആളുകൾ പോകുന്നത് വളരെ കുറവാണ്. മിക്കവാറും എല്ലാവരും ഓൺലൈൻ ബാങ്കിങ് ആണ് ചെയ്യുന്നത്. എല്ലാ ബാങ്കുകൾക്കും സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഡു വി ആക്ച്വലി നീഡ് ഒരു ബാങ്ക് ഹബ് പോലത്തെ സാധനം എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ത് പറയും? ഞാനത് തിരിച്ചു ചോദിക്കട്ടെ, എത്ര ബാങ്കിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ? 1, 2, 3. ഓക്കെ. ഇതിനകത്തെല്ലാം ആ ബാങ്കിന്റെ എല്ലാ പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ചിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. സീരിയസ്ലി വളരെ ബേസിക് സാധനങ്ങളേ ഉള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻട്രി പേയ്മെന്റ് ഇത്രയൊക്കെ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കാണെങ്കിലും ഒരു 6 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ എല്ലാ ബാങ്കിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു ഫണ്ട് ട്രാൻസ്ഫറിന് ഉപരി അതിനപ്പുറത്തോട്ട് ബാങ്ക് ഒരുപാട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അതിനകത്ത് ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയി നമുക്ക് പോലും അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തപ്പം സാധാരണ ജനങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എല്ലാ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടും അവർക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 920 മില്യൺ ജനങ്ങൾ വന്നിട്ട് റൂറൽ കാറ്റഗറീസിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയ്ക്ക് പുറത്ത് വരുന്ന ഒരു കാറ്റഗറിയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ലിറ്ററസി ലെവൽ നമുക്ക് നമ്മുടെ അത്ര പോലും ഇല്ലാത്ത ആളുകളായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കുക അല്ലെങ്കിൽ അതിനകത്തെ സർവീസസ് ഒക്കെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് അവർക്ക് വലിയ ചലഞ്ച് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ബാങ്ക് ഹബിൻ്റെ പ്രസക്തി അവിടെ വരുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPI പേയ്മെൻറ്റ്സ് അല്ല, നോർമലി എല്ലാവരും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നേരെ ഒരു UPI പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ബാങ്കുകളിൽ ഒരുപാട് പ്രോഡക്റ്റുകളിൽ വൺ ഓഫ് ദ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ UPI പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ലോൺസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, അങ്ങനെ ബാങ്കിൽ ചെന്ന് നമുക്ക് ഡയറക്റ്റ് സർവീസസ് ചെയ്യാൻ പറ്റുന്ന പല പ്രോഡക്ട്സും ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലും ഉണ്ടായിരിക്കും. പക്ഷേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ചെയ്യാറില്ല. അപ്പോൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ ആൾക്കാരെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. ഇപ്പം അതിൽ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. നമ്മളെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് കൊച്ചിയാണ്. ഇവിടെ ഇത്രയും, അതായത് ഒരു 10 സ്റ്റെപ്പ് അപ്പുറത്ത് ബാങ്കുകളും ATMകളും ഒക്കെ ഉള്ള സ്ഥലത്താണ്. യു ഗൈസ് ഫ്രം ഇടുക്കി. അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഈ തോട്ട് വരുന്നത്. ആക്ച്വലി ഇത് കൊച്ചി പോലെ, കാലിക്കറ്റ് പോലെ, ട്രിവാൻഡ്രം പോലെ മേജർ സിറ്റീസ് ഉണ്ടല്ലോ, അവിടെ ആപ്ലിക്കബിൾ ആണോ? അവിടെ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണോ? അല്ല, അതിൽ ഈ ചോദ്യത്തിന് തന്നെ അതിനകത്തുള്ള ആൻസർ ഉണ്ട്. അത് കണക്ട് ചെയ്ത് തന്നെ പറയാൻ പറ്റും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മിസ്കൺസെപ്ഷൻ ആണ് നമുക്ക് ഈ അർബൻ ഏരിയയിലുള്ളവർക്ക് തന്നെ എല്ലാം യൂസ് ചെയ്യാൻ അറിയാം എന്നുള്ളത്. ഒരു UPI പേയ്മെന്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതിലെല്ലാവരും ഇപ്പോൾ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല ബാങ്കിങ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ക്യാഷ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, ക്യാഷ് വിഡ്രോൾസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതൊരു ബേസിക് ട്രാൻസാക്ഷണൽ സർവീസസ് എന്ന് പറയാം. പക്ഷെ അതുകൂടാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ലോൺസുകളുണ്ട്, ക്രെഡിറ്റ് കാർഡ്സിൻ്റെ സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്, ബിൽ പേയ്മെൻറ്റുകളുണ്ട്. സോ ഒരു വൈഡ് 25ഓളം പ്രൊഡക്റ്റുകളുടെ സെഗ്മെൻറ്റ്സിനകത്ത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു ഗോൾഡ് ലോൺ വെക്കാനാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ചിലപ്പോൾ NBFCകളായിരിക്കും. ഇപ്പോൾ മുത്തൂർ അല്ലെങ്കിൽ മറ്റു പോലത്തെ NBFCകളായി. പക്ഷേ നമ്മുടെ ബാങ്ക് അതിനേക്കാളും ഓഫർ ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നില്ല? കാര്യം നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ബാങ്കിൻ്റെ തന്നെ അക്കൗണ്ടുകൾക്ക് ഇത്രയും ഓഫേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പർട്ടിക്കുലർ സിറ്റീസിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ സർവീസസ് വർക്ക് ആവുന്നില്ല, അത് ഉള്ള കാര്യം തന്നെ. പക്ഷേ മറ്റു പ്രൊഡക്റ്റുകളിലേക്ക് അതിന് ആക്സസ് ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാനുണ്ടാവില്ല.
പക്ഷേ ആ ബാങ്കുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ബട്ട് അത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ബാങ്കുകളാണ്. ബട്ട് ഇവിടെ അതിന് ബ്രാഞ്ചുകൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ FD ഇടണമെങ്കിൽ തന്നെ നമുക്ക് അതിനകത്തുള്ള നോളജ് പരിമിതി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകൾ തേടി പോകും. അത് സിറ്റി ആണെങ്കിലും റൂറൽ ആണെങ്കിലും സെയിം തന്നെയാണ്. സോ അപ്പോൾ നമ്മൾ വ്യത്യാസമൊന്നുമില്ല. സോ ലോൺസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും സെയിം തന്നെയാണ്. സോ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലെൻഡിങ് ആയിട്ടുള്ള റിലേറ്റഡ് ഉള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും സിറ്റീസിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതായത് നോട്ട് ജസ്റ്റ് ട്രാൻസാക്ഷൻസ്, നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അതിപ്പോൾ ഗോൾഡ് ലോൺ ആണെങ്കിലും ഹോം ലോൺ ആണെങ്കിലും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളിലും ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് ബാങ്ക് ഹബിൽ വന്നാൽ കിട്ടും. അതെ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ 5-6 ആപ്ലിക്കേഷൻസ് മൊബൈലിലുണ്ട്. ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ആപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ സൂപ്പർ ആപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാങ്കുകളുണ്ട്. 250+ ബാങ്ക്സിൻ്റെ ട്രാൻസാക്ഷൻ സർവീസ് നമുക്ക് ആപ്പിലുണ്ട്. ലോൺസ് എടുക്കുകയാണെങ്കിൽ 20ഓളം ബാങ്കുകളുടെ സർവീസസ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 15ഓളം ബാങ്കുകളുടെ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രെയിനും ഞങ്ങളുടെ കൈയും കാലും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫിസിക്കൽ പോയിന്റും അവിടെയുള്ള വ്യക്തിയാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിജിറ്റലി മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ട്രസ്റ്റും ട്രസ്റ്റും അതിനോടൊരു ഹോണസ്റ്റി ഫീലോടെ നമ്മൾ അഡീഷണലി കൊടുത്തിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചിട്ടാണ് നമ്മളൊരു സർവീസസ് അവർക്ക് കൊടുക്കുന്നത്. സോ അത് എവിടെയാണെങ്കിലും അതിനൊരു ഇതുണ്ട്. പിന്നെ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴത്തെ ബാങ്കിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇപ്പോഴും ക്യൂ ഇല്ലാതിരിക്കുന്നില്ല. സോ ഇപ്പോഴും സ്റ്റിൽ ഓവർ ക്രൗഡഡ് ആണ് അവിടെ. സോ അതിന് നീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബാങ്കിൽ ചെന്ന് നടത്തേണ്ട സർവീസുകൾ അതിപ്പോൾ റൂറൽ ആണെങ്കിലും സിറ്റീസിലാണെങ്കിലും ഇപ്പോഴും ഉണ്ടെന്നാണ് അതിന്റെ തെളിവ്. അതെ. അപ്പൊ ടു മേക്ക് ഇറ്റ് ക്ലിയർ, മൊബൈലിലെ സ്പേസും പോകില്ല, മനുഷ്യന്റെ സമയം പോകില്ല, അതൊക്കെ സേവ് ചെയ്യുന്നില്ലേ. വാട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ മുംബൈയിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നോർത്ത് ഇന്ത്യ എക്സ്പാൻഷനാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ ഓരോ പിൻകോഡിൻ്റെ അണ്ടറിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഓരോ സർവീസ് പോയിന്റെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സൗത്ത് ഇന്ത്യ കവേർഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ യുഗമാണ് ഓഫ് കോഴ്സ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഏജൻറ്റിക് സർവീസ് പോയിന്റ് വന്നാൽ എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെമി ഹ്യൂമനോയിഡ് റോബോട്ട് മോഡൽ ഒരു സെൻറ്ററിൽ അഫോർഡബിൾ റേറ്റിൽ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ സംസാരിച്ചിട്ട് സർവീസുകൾ നടത്താൻ പറ്റുന്ന രീതിയിൽ. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, നോട്ട് ഇൻ എ ഹ്യൂമൻ ഫോം. അതെ, ഒരു ചാറ്റ് ബോട്ട് തന്നെ ഒരു റോബോട്ടിക് സ്പേസസിൽ. സോ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുപോലത്തെ ഷോപ്പുകൾ എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ടൗൺസിലാണെങ്കിലും മാൾസിലാണെങ്കിലും വാക്കിൻ ചെയ്യുന്നതാണെങ്കിലും ഇവിടെ സ്റ്റാഡമിഷനിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. സോ അവരുടെ ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ അതിൽ നിന്നും ബേസിക് ഫിനാൻഷ്യൽ സർവീസസ് എല്ലാം തന്നെ നടത്താൻ പറ്റുന്ന ഒരു മോഡൽ, അതിൻ്റെ ഒരു R&D നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതും നമ്മളൊരു നെക്സ്റ്റ് 1 ഇയറിൽ ലോഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2 ഫൗണ്ടേഴ്സിന്റെ കൂടെ നിങ്ങളുടെ അടുത്ത പാർട്ട്ണറും കൂടി ആയിട്ട് നമുക്ക് ഇനി 5 വർഷത്തിനപ്പുറം പുറം രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.